സാറേ, കടുത്ത ഭരണവിരുദ്ധ തരംഗം ഇപ്പോൾ കേരളത്തിലുണ്ട്. അടുത്തൊരു 10 കൊല്ലത്തേക്കും, ഏറ്റവും ചുരുങ്ങിയത് 10 കൊല്ലത്തേക്കെങ്കിലും UDF അല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് കേരളത്തിൽ ഇല്ലതാനും. ജനം മോഹിച്ചിട്ടും യാതൊരു കാര്യമില്ല. അതെ. അപ്പോൾ തേർഡ് ആൾട്ടർനേറ്റീവിൻ്റെ കാര്യം പരമദയനീയമാണ്. ഉള്ളത് പറയണമല്ലോ, ഉള്ളതുപോലെ. അതുകൊണ്ട് UDF വന്നാൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഒരു 6-7 പേരുടെ പേര് കേട്ടിരുന്ന ഒരു കൊല്ലം മുമ്പുണ്ടായിരുന്നു. അത് പതുക്കെ എണ്ണം ചുരുങ്ങി വന്ന് താരതമ്യേന ഒരു ലീഡറിലേക്ക് പേര് വന്നിരുന്ന ഒരു ഇടക്കാലമുണ്ട്, ഒരു 3 മാസം മുമ്പ് വരെയുള്ള കാലം. അത് VD സതീശനായിരുന്നു. ഇന്നിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ പുറത്താക്കിയതിന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ്, ഇന്നലത്തെ ആശാസമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ VD സതീശനും തമ്മിൽ നടന്ന ഈ എന്താ പറയുക, സമയക്കളി. അവനുണ്ടെങ്കിൽ ഞാനില്ല, അവൻ വന്നു പോയിട്ടേ ഞാനുള്ളൂ എന്നൊക്കെ പറയുന്നൊരു നിലപാട്. ആ നിലപാടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു ഷെയ്ഡി ക്യാരക്ടറിന് പോലും VD സതീശനെ ആക്രമിക്കാൻ, VD സതീശനെ ചൊറിയാനും ശല്യപ്പെടുത്താനും നിരന്തരമായി ഫോളോ ചെയ്ത് ആക്രമിക്കാനും ഒക്കെ ധൈര്യം കൊടുക്കുന്ന ഒരു ശക്തി കോൺഗ്രസിനകത്ത് ഉണ്ടായി വന്നു എന്നല്ലേ? തീർച്ചയായും. അങ്ങനെ വന്നാൽ കോൺഗ്രസിൻ്റെ സാധ്യത അല്ലെങ്കിൽ UDFൻ്റെ സാധ്യത അവർ തന്നെ തകർക്കുകയാണോ സർ? ഏതാണ്ട് ഇപ്പം ഇനി അവർ തകർക്കാനുള്ള ഈ ഒരു അവസ്ഥ ഒരു തകർന്ന അവസ്ഥയാണ്. UDFന്റെ ഒരു സംഘടിതമായ മുന്നേറ്റം. കാര്യം മാഷ് പറഞ്ഞതുപോലെ ജനമെല്ലാം ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ഒരു ഭരണമാറ്റത്തിനായിട്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ, ഈ KPCC കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ട് ഇതുവരെ ഒരു മീറ്റിംഗ് പോലും കൂടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇലക്ഷന് തകർന്നാൽ പിന്നെ എന്ത് പറയാനാണെന്ന് ചോദിച്ചു. വളരെ കൃത്യമായ ചോദ്യമാണ്. അപ്പോൾ മാഷിയുടെ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഇപ്പോഴത്തെ ഈ വരവിനിടയ്ക്ക് ഇപ്പം നമ്മൾ രമേശ് ചെന്നിത്തലയുടെ പരിഭവം കേൾക്കുന്നുണ്ട്, VD സതീശന്റെ പരിഭവം കേൾക്കുന്നുണ്ട്, K മുരളീധരന്റെ പരിഭവം കേൾക്കുന്നുണ്ട്, അതേപോലെ പണ്ടേ പരിഭവിക്കുന്നുണ്ട്. KC വേണുഗോപാൽ വേണുഗോപാലിന്റെ ഒരു ചരട് വലി, അതിനിടയ്ക്ക് VM സുധീരന്റെ പോലും പേര് കേട്ടിരുന്നു. ആന്റണി പോലും നമ്മൾ ചെറുതായിട്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല. ആന്റണിയുടെ വരവ് കേരളത്തിലെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇത്രയും തന്ത്രശാലിയായ കണ്ണിങ് എക്സാക്ട്ലി. കാരണം സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇത്ര മനോഹരമായിട്ട് കുതന്ത്രത്തിൽ ഇങ്ങനെ നിൽക്കും, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ വളരെ മൈന്യൂട്ടായിട്ടൊരു ചെറിയൊരു ദ്വാരം കാണുമ്പോഴത്തേക്ക് ക്രിട്ടിക്കൽ മൊമെന്റ് കയറും. അതെ, ഈ പറഞ്ഞതുപോലെ ന്യൂക്ലിയസിലെ മറ്റേ ആ ജമ്പ് പോലെ ആ ഒരൊറ്റ ജമ്പ് ചെയ്ത് കയറിയിരിക്കും. അപ്പൊ എല്ലാവർക്കും സ്വീകാര്യം. അങ്ങനെയാണ് ആന്റണിയുടെ ഒരു പരിപാടി. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ആന്റണി കേൾക്കുന്നുണ്ട്, സുധീരൻ കേൾക്കുന്നുണ്ട്, ബാക്കി എല്ലാ നേതാക്കളും കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു നേതാവിന്റെ പേര് പതുക്കെ ഒന്നില്ല, അണിയറയിലാണ്. അത് KCയുടെ പേരല്ലത്. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ഥാനം. നമ്മുടെ ഷാഫി പറമ്പിലിന്റെ പേര് CM കാൻഡിഡേറ്റ് അല്ലത്. ഷാഫി പറമ്പിൽ അകത്തിരുന്ന് കളിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ബോർഡിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്ത ഒരു തട്ട് കോൺഗ്രസ് കളിക്കണ്ട എന്നുള്ള തീരുമാനം. ഷാഫിയാണ് അതിന്റെ പിന്നിൽ. ഉറപ്പല്ലേ? ഈ പേര് കേട്ട ഹെഡ്മാസ്റ്റർ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഷാഫിയെ മാറ്റിക്കൊണ്ട് ഉള്ള ഒരു സംഗതി എനിക്ക് വേണ്ട. ഇന്ന് ഷാഫിക്ക് നല്ല സ്വാധീനമുള്ള കാരണം യൂത്ത് കോൺഗ്രസിനകത്തും കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്കും പൊതുവേ വളരെ നല്ല ഇമേജുള്ള ഒരു വ്യക്തിയാണ് ഷാഫി. അതിനകത്ത് യാതൊരു സംശയവുമില്ല, തർക്കമുള്ള കാര്യമില്ല. നല്ല ഊർജ്ജമുള്ള നേതാവാണ്, നല്ല കാഴ്ചപ്പാടുമൊക്കെ ഉള്ള വ്യക്തിയൊക്കെ തന്നെയാണ്. നമ്മൾ പാർലമെന്റിലേക്ക് അദ്ദേഹത്തിൻ്റെയൊക്കെ സ്പീച്ച് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ഒരു നല്ല നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ടീം കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ടീം കോൺഗ്രസ് ആണ് ഓൾഡീസിനെ, അതായത് പഴയ കക്ഷികളെല്ലാം പതുക്കെ ബുഡീസിനെ തള്ളി പുറത്തേക്കാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലോട് കൂടി ഇവരിത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ ആ ചിത്രം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ സർ? ഇല്ല, അത് നിലമ്പൂർ വിജയിച്ചു. നിലമ്പൂർ വിജയിച്ചപ്പോൾ ഇതിന്റെ ഈ കെട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ രാഹുലിനെ വെച്ചിട്ടാണ്, രാഹുൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കെട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് രാഹുലിനെ പൊട്ടിച്ചു. അതൊരു മൂവ്മെന്റ് തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ പിന്നിൽ LDF ആണോ അതോ കോൺഗ്രസിനകത്തുള്ള മറ്റു വിഭാഗമാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് പൊട്ടിച്ചതോടെ ഈ കെട്ടഴിഞ്ഞു, ടീം കോൺഗ്രസ് പോയി. മറ്റേത് ടീം കോൺഗ്രസ് അതിശക്തമായ ഒരു എഞ്ചിനായിട്ട് വന്നായിരുന്നു കോൺഗ്രസിന്റെ. അതിനകത്ത് അവിടെയാണ് VD സതീശൻ തർക്കമില്ലാത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് മാറിയത്. ഈ ടീം കോൺഗ്രസ് പൊളിഞ്ഞതോടുകൂടി ബാക്കിയുള്ള എല്ലാവരുടെ
ചാടിപ്പുറത്തേക്ക് വന്നു. ആ അവിടെയാണ് ഇപ്പൊ ഈ ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രേറ്റ് വാക്ക് അഗേൻസ്റ്റ് ഡ്രഗ്. ഇപ്പൊ നമ്മൾ ഈ മമ്മൂട്ടി മോഹൻലാലിനേക്കാൾ വലിയ പോസ്റ്ററാണ് രമേശ് ചെന്നിത്തലയുടെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആർക്കെതിരെയുള്ള മാർച്ചാണ് അത്? പിണറായി വിജയനെതിരായിട്ടാണോ സതീശനെതിരായിട്ടോ? അല്ല, പക്ഷെ ഇതിനകത്ത് വേറൊരു വലിയ തമാശ എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഈ ഡ്രഗ്സിന്റെ ക്യാപിറ്റൽ വിതരണം ചെയ്യുന്നത് മുഴുവൻ എന്ന് പറയുന്നത് ഹരിപ്പാട് നിന്നാണ്. ഹരിപ്പാട് സ്വന്തം മണ്ഡലത്തിൽ നിന്ന്, ഹരിപ്പാട് കരുവാറ്റ ആ ഭാഗത്ത് നിന്നാണ് കേരളത്തിലെ ഇതിന്റെ ഗോഡൌൺസ് മുഴുവൻ അവിടെയാണ്. ഓ അത് ശരി. അതാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണല്ലോ. ഗോഡൌൺസ് മുഴുവൻ അവിടെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് ശരി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഗ്രേറ്റ് വാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ്. അപ്പൊ ഇതൊക്കെ നടത്തുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ രക്ഷപ്പെടുത്താനോ ഡ്രഗ്സിനെതിരെയുള്ള നിലപാട് കൊണ്ടോ ഒന്നുമല്ല. ഞാനിതാ കടന്നു വരുന്നു, സെൽഫ് അനൗൺസ്മെന്റ് വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. KC വേണുഗോപാൽ ലാൻഡ് ചെയ്തു, പലരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാവരുടെയും ഫോക്കസ് എവിടെയാണ്? ആർക്ക് മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ഫോക്കസിലേക്ക് പോകാത്തിടത്തോളം കാലം കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിക്ക് കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ തന്നെ ഒരു ചിത്രം തെളിഞ്ഞില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സിലെങ്കിലും യഥാർത്ഥ ചിത്രം തെളിഞ്ഞില്ലെങ്കിൽ അവർ തന്നെ പരസ്പരം തോൽപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും തോൽപ്പിക്കും. മാത്രമല്ല, ഇപ്പം LDFന്റെ എടുത്ത് നോക്കുക. LDFനെ നിങ്ങൾ കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കിയാൽ പിണറായി വിജയൻ ആ സംഘടനയെ എണ്ണയിട്ട് ചലിപ്പിച്ചുള്ളൂ. അതായത് ഒരു ദിവസം പോലും പ്രാദേശിക ഒരു ഘടകത്തിന് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പരിപാടി, ഏതെങ്കിലും ഭയങ്കര പ്രോഗ്രസീവ് സാധനമായിരിക്കും നടത്തുന്നത്, മതേതരത്വത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ. കാരണം അത് ലോക്കലായിട്ടുള്ള ലീഡേഴ്സിന് സജീവമാകാനും അവർക്ക് നന്നായിട്ട് പിരിക്കാനും അവരുടെ ജീവിതം സുഗമമാകാനും ഒക്കെ അത് കാരണമാവുകയും ചെയ്യും. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിന്റെ ആശയമൊന്നും പിണറായിക്ക് പിടികിട്ടിയിട്ടുമല്ല. അവർക്ക് പണി കൊടുക്കും അവർക്ക് അവരുടെ ഉപജീവനവും. അതെ അതെ, അവർക്ക് ഉപജീവനവും. അതുകൊണ്ടാണ് അവരൊക്കെ ഉള്ള സുഖസമ്പന്നതയിൽ ജീവിച്ചു പോകുന്ന സാധനം. അപ്പോൾ അങ്ങനെ ചലിപ്പിച്ച് നിൽക്കുന്ന ഒരു യന്ത്രം. പിണറായി വിജയന്റെ വിഖ്യാതമായ ഒരു പാർട്ടി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം പറഞ്ഞു അത്രേ, വീട്ടിന് കൊള്ളാത്തവനാണ് സഖാവ് എന്ന് ചീത്തപ്പേരുണ്ടാക്കരുത്. ആ പറഞ്ഞതിന് എന്തൊക്കെ അർത്ഥം? വീണാ വിജയന്റെ കേസൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. എന്നുവെച്ചാൽ കുടുംബം നോക്കാത്തവൻ നോക്കിക്കോണം ഇനി അങ്ങോട്ട്. അതാണ് അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അത്ര. അതിപ്പോ യാഥാർത്ഥ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആ പറഞ്ഞ സോഴ്സ് വിശ്വസിച്ചു. കാരണം അവസാനത്തെ 6 മാസം നിങ്ങൾ കാത്തിരിക്കുക, ജനപ്രിയമായ കുറേ പദ്ധതികൾ നമ്മുടെ കയ്യിലുണ്ട്, അന്ന് നമ്മൾ ഇറക്കും. എന്നിട്ട് ഈ മലയാളിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു പ്രസ്താവന കൂടി നടത്തിയത്രേ. ഈ മലയാളിക്ക് അവസാന മാസങ്ങളിൽ എന്തെങ്കിലും വായിൽ വെച്ച് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. എത്ര ഈ പാവം ജനങ്ങളെ കഴുതകളാണെന്നും ഭംഗിയായിട്ട് വിളിച്ചു പറയണം. എനിവേ, പിണറായി വിജയൻ ഇടതുപക്ഷത്ത് കൃത്യമായ ട്രാക്കിൽ രാഷ്ട്രീയമായും ഭരണപരമായും മുന്നേറുന്നു. അദ്ദേഹം 2016 അധികാരത്തിൽ വന്നപ്പം വെച്ച ഫോക്കസാണ് രണ്ടാമത് അധികാരത്തിൽ വരിക. രണ്ടാമത് അധികാരത്തിൽ വന്നപ്പം വെച്ച ഫോക്കസാണ് മൂന്നാമത് അധികാരത്തിൽ വരിക. അതുകൊണ്ടാണ് 2021 ഈ പരിപാടി ഫിക്സ് ചെയ്തിട്ട് 5ാം വർഷം അവസാനത്തേക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇത് തയ്യാറാക്കി വെച്ചത്. അപ്പൊ അത്ര ഫോക്കസ്ഡ് ആയിട്ട് നീങ്ങുന്ന ഒരു LDF മുന്നണി. അവിടെയാണ് ഇവർ ഈ കുട്ടിക്കളി അവിടെ അതിന് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഇതുവരെ ഫോക്കസിലേക്ക് വരാത്ത കോൺഗ്രസ് ലീഡർഷിപ്പ്. അതെ, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും ഇവർ തെരഞ്ഞെടുപ്പ് ആലോചിച്ചു. ഉദാഹരണത്തിന് ഇവരിനെ അലർട്ട് ചെയ്യണമെന്നിരിക്കും, ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടാക്കണം പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ദീപാദാസ് മുൻഷിയെ കൺവീനർ ആക്കിയിട്ട് ഒരു കമ്മിറ്റി ആലോചിച്ച് നോക്കും. എത്ര ദയനീയമാണല്ലേ. അതാണ് പറഞ്ഞത്, ഒരു ലീഡർഷിപ്പ് വേണം. അതെ അതെ. ഒരു പാർട്ടിക്ക് നമുക്കിപ്പോ മനുഷ്യനെ നയിക്കുന്നത് മസ്തിഷ്കകാല ബോധം എന്ന് പറയുന്ന ഒരു നമ്മുടെ ഉള്ളിലെ ലീഡറാണല്ലോ. അതെ അതെ. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് അതൊരു ഓർഗാനിക് രൂപമാണെങ്കിൽ അതിനൊരു നായക ശേഷി വേണം. അതിപ്പോ കോൺഗ്രസ് നഷ്ടമായിരിക്കും. അതൊരു വലിയ ഗതികേടാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് മൂന്നാമതും പിണറായി വിജയൻ വരുന്നതായിരിക്കും നല്ലത്. എന്താ കാര്യം? കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇതേപോലുള്ള ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ള തമ്മിലടി വീണ്ടും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. മാത്രവുമല്ല, ഈ 10 വർഷം അടക്കി വെച്ചിരുന്ന ഈ LDFന്റെ ഈ DYFIയുടെയും SFIയുടെയും ഈ ആക്രമോത്സുകത മുഴുവൻ പുറത്തേക്കെടുക്കും. ജനത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ചെലവിൽ പിണറായി വന്നോട്ടെ എന്ന് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നു എന്ന് ഞാൻ പറയും. അല്ല, ഇത് യാഥാർത്ഥ്യം പറയുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരു സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റില്ല. ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. മിക്ക ദിവസവും അടിയും പിട്ടിയും ബഹളമായിരിക്കും. ടെലിവിഷൻകാർക്ക് വേറെ വാർത്ത അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അണ്ടർവെയർ കമ്പനികൾ സുന്ദരമായ ഫാഷൻ ഇറക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജലപീരങ്കി അടിച്ചിട്ട്, അല്ലെ, നിങ്ങൾ നോക്കിയോളൂ,
കാര്യം അണ്ടർവെയർ ഇൻഡസ്ട്രി കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. കാര്യം ഈ എല്ലായിടത്തും ബാരിക്കേഡ് ചാടിക്കിടക്കുക, അപ്പം ജലപീരങ്കി അടിക്കുക, മലന്ന് വീഴുക, നേതാവാകുക, അവരെടുത്തോണ്ട് പോവുക. അപ്പം മുണ്ടെടുത്തോട്ട് വരുന്ന നേതാക്കന്മാരുടെ കാണുന്നത് ശരി, അങ്ങനെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ കൂടി ഉണ്ട് അതെ, ഈ ജലപീരങ്കിക്ക്. അതെ, തീർച്ചയായിട്ടും. ശരി. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ ഒന്ന് വെച്ചൊക്കെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പോലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിനെ പുറത്തിറങ്ങാൻ പറ്റും. ഈ ആഭാസ നാടകം നമുക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, പിണറായി തന്നെ ഭരിച്ചോട്ടെ എന്ന് ജനം തീരുമാനിച്ചേക്കും. അതെ, തീർച്ചയായിട്ടും. സന്തോഷം സാർ. ഏതായാലും നന്നായിരുന്നു. ഇത് വളരെ വളരെ വ്യത്യസ്തമായ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. റിയാലിറ്റിയാണ്, വാസ്തവമാണ്. ഓക്കെ സാർ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.